ഹായ് ഹലോ, നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ വേണ്ടി ഇപ്പോൾ ഒരു ടീസർ റിവ്യൂ ആണ്. നമ്മുടെ സ്വന്തം തല അജിത്തിൻ്റെ ഏറ്റവും ഉത്തരമായ ഗുഡ് ബാഡ് ആംഗിൾ എന്ന് പറഞ്ഞിട്ട് ടീസർ റിലീസ് ചെയ്യുന്നു. ഏകദേശം 1 മിനിറ്റും 29 സെക്കൻഡാണ് ഡ്യൂറേഷൻ ഉള്ളൂ. തീർച്ചയായും ഗംഭീരമായിട്ടും ഒരു ഞെട്ടിച്ചു അല്ലെങ്കിൽ തിയേറ്റർ വൈബ് എക്സ്പീരിയൻസ് എന്താണെന്ന് കാണിച്ച് തരാമെന്ന ഒരു അടിപൊളി ആക്ഷൻ പടം തന്നെയായിരിക്കും. അത് കാര്യത്തിൽ ഒരു 100% ഉറപ്പ് തരുന്ന ഒരു ടീസർ തന്നെയാണ്. ആദിത് വിനായകാണ് ഡയറക്ഷൻ. അദ്ദേഹം മുൻ ചിത്രം മാർക്ക് ആൻ്റണിയായിരുന്നു ഒരു ഫാൻ ബോയ് സംഭവത്തിന് വിശേഷം സാധിക്കുന്ന ഒരു ട്രെയിലറും സിനിമ തന്നെയായിരിക്കും. തല അജിത്ത് 3 ഗെറ്റപ്പിലാണ് വരാൻ വേണ്ടി പോകുന്ന കാര്യത്തിൽ കൺഫേം ആണ്. കാരണം ട്രെയിലറിൽ തന്നെ വ്യക്തമാണ്. പല പല രൂപത്തിൽ വരുന്നുണ്ട്. ഇടയ്ക്ക് ബില്ല് കടന്നു വരുന്നുണ്ട്, ക്ലീൻ ഷേപ്പ് അടിച്ച് വരുന്നുണ്ട്, പല പല ആംഗിളും ലുക്കിലും എല്ലാം വരുന്നുണ്ട്. പ്രധാനമായിട്ടും അതിൻ്റെ ഷോർട്ട് ടേം പേപ്പർ ലുക്കിൽ തന്നെയാണ് ഇതിലും വരാൻ വേണ്ടി പോകുന്നത്. അത് സംശയമൊന്നുമില്ല. നമുക്ക് ഇതിൻ്റെ പോസ്റ്റർ ലുക്ക് കണ്ടൊക്കെ മനസ്സിലാകാൻ സാധിക്കും. നമ്മൾ ടീസറിൽ കാണിച്ചിട്ടുള്ള കുറച്ച് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടി പോകുന്നത്. ടീസർ കാണിച്ചു കഴിഞ്ഞാൽ കോപ്പി റൈറ്റിന് ചെറിയ പ്രശ്നമുള്ളത് കൊണ്ട് തന്നെയാണ് അത് കാണിക്കാൻ ചെയ്യാണ്ടെന്ന് വിചാരിച്ചിരിക്കുന്നത്. ആദിത്യനെ കൂടാതെ തൃഷ തുടങ്ങിയവർക്ക് പ്രധാനമായും കാസ്റ്റിംഗ് ആയി വരുന്നുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ടും പറഞ്ഞ AK എന്ന് പറയുന്ന ഒരു കഥാപാത്രം തന്നെയാണ് അജിത്ത് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. പേരെന്താണെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. മറ്റൊരു കാര്യം നോക്കി ടീസർ തുടക്കം തന്നെ പറയുന്നുണ്ട്, അവൻ പോർട്ടർ റൂൾസ് അവൻ തന്നെ ഭേദിച്ച് പുറത്തു വരുന്നു. ഈസ് എ റെഡ് ഡെവിൾ എന്ന് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ചോറയ്ക്ക് വേണ്ടി കുതിക്കുന്ന ഒരു ചെകുത്താനായിട്ട് തന്നെയാണ് അജിത്ത് വരാൻ വേണ്ടി പോകുന്നത്. ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രം ബില്ല, അതുപോലെ തന്നെ മങ്കാത്ത എന്നീ ചിത്രങ്ങൾക്ക് ശേഷം നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രം തന്നെയാണ് അജിത് കുമാർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. കാര്യത്തിൽ ഒരു 101% ഉറപ്പ് തന്നെയാണ് അതിൽ കാണിക്കുന്നുണ്ട്. ഒരു ഡെവിൾ അല്ലെങ്കിൽ ഒരു ഗാങ്സ്റ്റാർ എന്ന റോളിൽ തന്നെയാണ് അജിത്ത് വരാൻ വേണ്ടി പോകുന്നത്. എനിക്ക് തോന്നുന്നു പഴയൊരു കൊറിയൻ പടത്തിന് റീമേക്കായിട്ട് ചില രംഗങ്ങൾ കാണിക്കാൻ വരുന്നുണ്ട്. എന്ത് തന്നെയാണെങ്കിലും അജിത്തിൻ്റെ സ്ലാങ്ങും കാര്യങ്ങളൊക്കെ ഗംഭീരമായി തന്നെ ടീസറിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ കാണിക്കുന്നത്. ഒരുപാട് ഗാങ് ഷൂട്ടുകളും അത്യാവശ്യം നല്ല ഒരു ക്വാളിറ്റി വൈസ് തോന്നിപ്പിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് പോരാട്ടം തുടങ്ങാം തന്നെ ബേബി എന്ന് പറഞ്ഞുകൊണ്ടാണ് ടീസർ അവസാനിപ്പിക്കുന്നത്. ഏറ്റവും വലിയ രസകരമായിട്ടുള്ള കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ അജിത് കുമാർ എന്ന് പറയുന്ന ന്യൂ ടൈറ്റിൽ കാർഡ് ഗംഭീരമായി തന്നെയാണ് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഈ ഭാഗം ടീച്ചർ എക്സ്പീരിയൻസ് മസ്റ്റ് വാച്ച് ചെയ്യുമ്പോൾ ഈ ഭാഗം തീർച്ചയായിട്ടും എന്താ പറയുക ഒരു ഓളം തന്നെയായിരിക്കും. തല അജിത് കുമാർ അല്ലെങ്കിൽ തല അജിത്തിനെ കാണുമ്പോൾ തീർച്ചയായിട്ടും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫാൻസിന് കാണുമ്പോൾ ഒരു എന്താ പറയുക ഗംഭീരമായിട്ടുള്ള ഒരു ഉത്സവം തന്നെയാണ് സൃഷ്ടിക്കാൻ വേണ്ടി പോകുന്നുണ്ടാവുക. അത് ഗുഡ് ബാംഗ്ലൂരുടെയും ടൈറ്റിൽ കാർഡും അത്യാവശ്യം നല്ല ക്വാളിറ്റി വൈസാണ് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്. ഏപ്രിൽ 10 റിലീസിന് ശ്രമിക്കുന്നത്. എനിക്കൊരു ഗാങ്സ്റ്റാറിൻ്റെ ഒരു പടം തന്നെയാണ്. അതായത് അദ്ദേഹം എന്താ പറയുക ഒരുപാട് നാൾക്ക് ശേഷം വീണ്ടും ഫീൽഡിലോട്ട് തിരിച്ചു വരുന്നു. പല പല കാരണങ്ങളോട് ഒരു പക്ഷേ അദ്ദേഹത്തിന് അതിലോട്ട് ഇറങ്ങിത്തിരിക്കേണ്ടി വരുന്നു, ആക്രമിക്കപ്പെടുന്നു. അതൊക്കെ തന്നെയായിരിക്കും കഥയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടാവുക. ഇത് ജയിലിൽ കിടന്നുള്ള സീൻസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. എനിക്കൊന്ന് പ്രധാനമായിട്ടും ഇതിൻ്റെ ലൊക്കേഷൻസൊക്കെ വിദേശത്ത് തന്നെയാണ്. സ്പെയിനൊക്കെ മുന്നേ തന്നെ പറഞ്ഞിരുന്നു. ആ കോസ്റ്റ്യൂം കാര്യങ്ങളൊക്കെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഒരു ഓറഞ്ച് പോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഗുഡ് ബാംഗ്ലൂർ തിയേറ്ററിൽ തന്നെ ഫസ്റ്റ് ഷോ കാണാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്ന നല്ലൊരു സിനിമ തന്നെയാണ് പ്രതീക്ഷിക്കുന്നു. എന്താണ് ടീസറിനെ കുറിച്ച് നിങ്ങളുടെ പ്രതീക്ഷ എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മുടെ ഇഷ്ടപ്പെട്ട് ഞാൻ സപ്പോർട്ട് ചെയ്തിരിക്കും. ബൈ.